ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല നാടൻ പലഹാരമായിട്ടുള്ള കോഴിക്കോട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയിൽ 1/4 കപ്പ് അരി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ വെള്ളരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മട്ടരി ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഈ അരിയെല്ലാം നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല നൈസായി ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം കോഴിക്കോട്ടേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 അച്ച് ശർക്കര എടുക്കാവുന്നതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുറച്ച് കുറവായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറേശ്ശെ അരിപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിമിൽ ഓയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നല്ല നൈസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി. 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ കുഴക്കണമെന്നൊന്നുമില്ല. നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചൂടാവുമ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഫ്ലെയിം ഓണാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയതിട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അരിയും കൂടിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്ക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ പഞ്ചസാര എന്നിവ നന്നായി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരിമണി വറുത്ത് പൊടിച്ചിട്ട് ചേർക്കുന്നത് നമ്മൾ കോഴിക്കോട്ട് ഉണ്ടാക്കുമ്പോൾ ആകെ ഇങ്ങനെ ശർക്കരയൊക്കെ ഒലിച്ച് അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരിമണി വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ അങ്ങനെ ശർക്കര ഒലിച്ചിരിക്കണത് അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ശർക്കര നീരെങ്ങാനും കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. നമ്മളിതിൽ നന്നായിട്ട് ഇളക്കുമ്പോൾ ഈ ഒരു പാകത്തിനാക്കി എടുത്താൽ മതിയാവും. ഇനി നമുക്ക് കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് നന്നായി ഉരുട്ടി കൊടുക്കാം. അതിനുശേഷം ഓരോ വിരൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ മിക്സ് കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ നാളികേരത്തിൻ്റെ മിക്സ് പുറത്തേക്കൊന്നും വരാത്ത രീതിയിൽ നന്നായി ഒന്നത് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഇപ്പോൾ ഒരു കോഴിക്കോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി എല്ലാതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം തന്നെ മിസ് ചെയ്യാതെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അളവിൽ അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വലുപ്പത്തിലുള്ള 7 കോഴിക്കോട്ടയാണ് ഉണ്ടാക്കാനായിട്ട് പറ്റുക. ഇനി നമുക്ക് ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് കോഴിക്കോട്ട വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട്ടെല്ലാം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റായിട്ടുള്ള കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.